ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് 230-ാമത്തെ ദിവസം, അതായത് നാരായണീയത്തിലെ 230-ാമത്തെ ശ്ലോകം. ഇന്ന് 22-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെ ഇന്ന് വിചാരം ചെയ്യുന്നു. അജാമിള മോക്ഷം അല്ലെങ്കിൽ അജാമിളോപാഖ്യാനം എന്ന കഥയിലെ 22-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥം, അതിനുശേഷം ഭാഷാഗാനമായി ശ്രീഹരിയം. നൃണാമബുദ്ധ്യാപി മുകുന്ദകീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗതാൻ ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. അബുദ്ധ്യാ അപി അബുദ്ധ്യാ കൃതം അപി മുകുന്ദകീർത്തനം നൃണാം അഘൗഘാൻ അഗ്നി യഥാ ഏധാംസി ഔഷധം യഥാ ഗദാൻ തഥാ ദഹതി അസ്യ മഹിമാ താദൃശ ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ഇവിടെ അബുദ്ധ്യ അപി, ഇവിടെ യമഭടന്മാർ പറഞ്ഞു അദ്ദേഹം നാമം ജപിച്ചു എന്നുള്ളത് ശരിയാണ്. ഗൃണൻ പുത്രോപചാരിതം, അല്ലേ? പുത്രനെ ഉദ്ദേശിച്ചാണ് നാമം ജപിച്ചത്.
അതുകൊണ്ട് എങ്ങനെ പാപമില്ലാതെയാവും എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പാർഷദന്മാർ അവിടെ 2 ഉപമകളാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ശ്രീമൻ നാരായണീയത്തിൽ നാമസങ്കീർത്തനം പുംസോ ദഹേദേധോ യഥാനല എന്ന അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അബുദ്ധ്യാ അപി മുകുന്ദ കീർത്തനം നൃണാം അഘൗഘാൻ. എങ്ങനെ ഇല്ലാതെയാക്കണമെന്നാണ് പാപങ്ങളെ? അബുദ്ധ്യാപി, ഓർക്കാപ്പുറത്ത്, അറിയാതെ ചെയ്തതായാലും, അജ്ഞാനാത് അഥവാ ജ്ഞാനാൽ എന്ന് ഭാഗവതം. മുകുന്ദ കീർത്തനം, ആ ഹരിനാമ സങ്കീർത്തനം, ആ നാരായണ എന്ന 4 അക്ഷരം, അത് മനുഷ്യന്റെ പാപ സമൂഹത്തെ മുഴുവൻ, പാപജാലങ്ങളെ മുഴുവൻ അഘൗഘാൻ എങ്ങനെ ഇല്ലാതെയാക്കണു? അഗ്നി യഥാ ഏധാംസി, തീയ് എങ്ങനെയാണോ വിറകിൻ കൂട്ടത്തെ ഇല്ലാതെയാക്കുന്നത്, ഔഷധം യഥാഗതാൻ തഥാ ദഹതി, ഔഷധം എങ്ങനെയാണോ നമ്മുടെ അസുഖങ്ങളെ ഇല്ലാതെയാക്കുന്നത്, അതേപോലെ നാമോച്ചാരണത്തിൻ്റെ മഹത്വം അസ്യ മഹിമ താദൃശ, അതിൻ്റെ മഹിമയും ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പോൾ വിറകിൻ്റെ ഉള്ളിൽ തീ വന്നു കഴിഞ്ഞാൽ അത് കത്തണം എന്ന് വിചാരിക്കേണ്ട, അത് കത്തിക്കോളും. ഇതേപോലെ മരുന്ന് കഴിച്ചാൽ രോഗം മാറണം എന്ന് നമ്മൾ വിചാരിക്കേണ്ട, രോഗം മാറും, അത് സ്വാഭാവികമാണ്, അതിൻ്റെ രീതിയാണ്. അപ്പോൾ ഈ തരത്തിൽ നമുക്കും ഭഗവാന്റെ നാമം ജപിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ ജപിച്ചാൽ പോലും നമ്മുടെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഇല്ലാതെയായിട്ട് തീരും എന്ന് ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരെ, ഇങ്ങനെ ഭഗവാനെ അവിടുത്തെ കിങ്കരന്മാര്, അവിടുത്തെ ദൂതന്മാര് യമഭടന്മാരോട് പറഞ്ഞു. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം അതിൻ്റെ പരിഭാഷയിലേക്ക്, ശ്രീഹരിയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. നൃണാമബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യഘൗഘാൻ മഹിമാസ്യ താദൃശ യഥാഗ്നിരേധാംസി യഥൗഷധം ഗദാൻ ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. അറിയാതെയുള്ള നാമജപം പോലും പാപജാലം നശിപ്പിക്കും, മരുന്നു രോഗത്തെ പോലവേ. തീയാൽ വിറകും നശിക്കും നാമജപം പാപഹരം. ഭഗവാനെ തവദൂത ഇങ്ങനെ ചൊല്ലി, നാരായണ 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 രാധാ ഗോവിന്ദ, നാരായണ നാരായണ ശ്രീവാസുദേവ, നാരായണ നാരായണ ഗുരുവാദേശ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.